ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തുൽ കിറാമും ഹിജ്റ പോകുന്ന വേള ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു തആല അൻഹയും ഉമ്മു സലമ അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും തന്റെ കുട്ടിയും ഹിജ്റ പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ആ സമയത്ത് ഉമ്മു സലമയുടെ വീട്ടുകാർ വന്ന് തടഞ്ഞു വെച്ചു. അബൂ സലമയുടെ വീട്ടുകാർ വന്നുകൊണ്ട് അവരുടെ കുട്ടിനെ പിടിച്ചുകൊണ്ടുപോയി. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ അവരുടെ വീട്ടുകാർ പിടിച്ചുകൊണ്ടുപോയി. അബൂ സലമ റളിയല്ലാഹു തആല ഇനി എന്ത് ചെയ്യും എന്ന നിലയിൽ നിൽക്കുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയാൻ, അങ്ങ് പോവുക, ഇൻഷാ അല്ലാഹ് ഞാൻ മദീനയിലേക്ക് എത്തും. ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു തആല ഒന്ന് അവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യും? എന്റെ ഭാര്യയും കുഞ്ഞും ഇവിടെയാണ്, ഞാൻ അവരെ കൂടെ ഇവിടെ നിൽക്കണോ, അതോ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനത്തിൽ മദീനയിലേക്ക് ഹിജ്റ പോകണോ? മറ്റൊന്ന് ചിന്തിക്കാതെ ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു തആല അൻഹു തന്റെ ചിന്തയെ കേന്ദ്രീകരിച്ചു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനത്തിന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. ഖാലത്ത് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയാൻ, ഫഫുരിഖ ബൈനി വബൈന സൗജി, എന്റെയും എന്റെ ഭർത്താവിന്റെ ഇടയിലും വേർപിരിക്കപ്പെട്ടു. ഖാലത്ത് ഫകുൻതു അഖ്റുജു കുല്ല ഗദാത്തിൻ ഫഅതിലിതു എല്ലാ ദിവസവും പ്രഭാത സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിന്റെ മുന്നിൽ ഒരു മണൽത്തിട്ടയുണ്ട്. ആ മണൽത്തിട്ടയിൽ ഞാൻ ഇരുന്നിട്ട് ഞാൻ അങ്ങനെ കരയും. വൈകുന്നേരം വരെ അങ്ങനെ ഏകദേശം ഒരു വർഷത്തോളം അല്ലെങ്കിൽ ഒരു വർഷത്തോളം അടുക്കുന്നത് വരെ ഇതിങ്ങനെ തുടർന്നു നിന്നു. അങ്ങനെ എന്റെ കുടുംബക്കാർ എന്നോട് വന്ന് പറഞ്ഞു, ഒരു വർഷത്തോളമായിട്ടും എന്റെ ആ യഖീനിന്, ആ ഈമാനികമായ മൂല്യത്തിന് ഒരു തരിമ്പ് പോലും പ്രയാസം സൃഷ്ടിക്കാൻ എന്റെ കുടുംബത്തിനോ എന്റെ ബന്ധപ്പെട്ടവർക്കോ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെ അവരെന്നോട് പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നെങ്കിൽ നിന്റെ ഭർത്താവിന്റെ അടുത്ത് പോയി പോവും. അവരെന്റെ മകനെ എനിക്ക് തിരിച്ചു തന്നു. എന്നിട്ട് കാലത്ത് മഹദി പറയാൻ, ഞാൻ പുറപ്പെട്ടു മദീനയിലേക്ക് പോയ എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് ആ ഹിജ്റ പോകണമെന്ന ആഗ്രഹത്തോടുകൂടി ഞാൻ മദീനയിലേക്ക് പുറപ്പെട്ടു. എന്നോടുകൂടെ ഈ ചെറിയ മുലകുടി മാറാത്ത ഈ കുട്ടിയും അല്ലാഹുവും അല്ലാതെ എന്റെ കൂടെ ആരും ഇല്ല. ആഴ്ചകൾക്ക് ശേഷം ആഴ്ചകൾ യാത്ര ചെയ്ത് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ മദീനയിലേക്ക് എത്തിയെന്ന് ചരിത്രം നമ്മെ മനസ്സിലാക്കി തരുന്നു. അപ്പൊ ഇത്രത്തോളം ഏത് പ്രതിബന്ധങ്ങളെയും ഏത് പ്രയാസകരമായ അന്തരീക്ഷങ്ങളെയും തരണം ചെയ്തുകൊണ്ട് അവർ നിലയുറപ്പിച്ചത് ഈമാനികമായ മൂല്യങ്ങൾക്ക് സ്ഥാനം നൽകിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഏത് വിഷയങ്ങൾ കടന്നു വരുമ്പോഴും ഈമാനികമായ മൂല്യങ്ങൾ നിലനിർത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വഅഖദഅന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.